ശരണം ശബരീശം എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. തെക്കേടത്തുമന വിഷ്ണു നമ്പൂതിരി അവർകൾ അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ അനുഭവം, അദ്ദേഹത്തിൻ്റെ താന്ത്രിക വിധികളിലുള്ള പാണ്ഡിത്യം, ഇതൊക്കെ വച്ച് ശബരിമലയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവ കഥകൾ കൂടി ചേർത്ത് വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. സ്വാഗതം തിരുമേനി. സ്വാമി ശരണം. തിരുമേനി, നമുക്ക് ഈ മകരവിളക്കിനെ കുറിച്ചുകൂടി കുറേ കാര്യങ്ങൾ. ഇപ്പോൾ രണ്ട് വഴിയിലൂടെ ശബരിമലയിലെത്താം. രണ്ടല്ല, പല അല്ലേ? പ്രധാനമായിട്ട് രണ്ട് വഴി. പണ്ട് പല പല വഴികളുണ്ട്. പണ്ട് പുൽമേട് വഴി, അത് തന്നെ കാരണപാതകൾ പല വഴിയിലും വരുന്നുണ്ട്. ഇപ്പം പുൽമേട് വഴി വളരെ പ്രയാസപ്പെട്ട് അയ്യപ്പനെ കാണാനെത്താം. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ നിന്ന് മറ്റൊരു വഴിയിലൂടെ വരാം. അതുപോലെ തന്നെ എരുമേലി വഴി സ്ഥിരമായിട്ട് പോകുന്ന ഭക്തന്മാരുണ്ട്. പിന്നെ പമ്പ വഴി സ്ഥിരം യാത്ര. ഇപ്പോൾ ഇതിനെല്ലാം ഉപരി ഈ കാനനവാസനായ അയ്യപ്പൻ, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മാസത്തിൽ 5 ദിവസം പൂജ, അതിനുശേഷം ഒരു മണ്ഡലക്കാലം, അതിനുശേഷം മകരവിളക്കിന് തുറക്കുന്ന സമയം മുതൽ ഒരു 10-20 ദിവസം, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ആളില്ലാത്ത സമയങ്ങൾ ഒത്തിരിയുണ്ട്, ധാരാളം സമയങ്ങളുണ്ട്. ആ സമയത്തുള്ള അനുഭവങ്ങളാണ് ശരിക്കും ജനത്തിന് അറിയേണ്ടത്. ജനത്തിന് അറിയാൻ കഴിയാത്തതും അതാണ്. അത് അങ്ങ് മാത്രം, അല്ലെങ്കിൽ മാളികപ്പുറത്ത് പുറപ്പെടാശാന്തി, സന്നിധാനത്ത് അങ്ങ് പുറപ്പെടാശാന്തിയാണെങ്കിൽ അങ്ങ്, പിന്നെ അങ്ങയെ സേവിക്കുന്ന മറ്റ് കുറച്ചംഗങ്ങൾ മാത്രം. ഈ സമയം അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ചൊന്ന് വിവരിക്കണം. തീർച്ചയായിട്ടും. ശരിക്കും ശബരിമലയിലെ ഭക്തിയും വിശ്വാസവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നട തുറന്നിരിക്കുമ്പോൾ. ആ ജനബാഹുല്യത്തോടുകൂടി, ഭക്തജനങ്ങളുടെ ബാഹുല്യത്തോടുകൂടിയുള്ള ആ കാലഘട്ടം കഴിഞ്ഞാൽ, നട അടച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം എന്താ പറയുക, വളരെ മനസ്സ് നിറഞ്ഞ് നമ്മൾ അനുഭവിച്ചത്. കാരണം മറ്റ് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ പ്രകൃതിയും, സത്യസന്ധമായ പ്രകൃതി, ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവത് സാമീപ്യം മാത്രം നമുക്ക് ലഭിച്ച് അവിടെ വസിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം ആസ്വദിക്കുകയായിരുന്നു. കാരണം ഭഗവാന്റെ തിരുനടയിൽ നമുക്കറിയാം, കോടാനുകോടി ജനങ്ങൾ ഒരു നോക്ക് കാണുവാൻ കൊതിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 മിനിറ്റ്, അതെ, ആ തിരുനടയിൽ ധാരാളം സമയം നമുക്ക് നടയടച്ചിരിക്കുകയാണെങ്കിൽ പോലും ആ ഭഗവാനിലോട്ട് നമുക്ക് മനസ്സ് അടുപ്പിക്കുവാൻ സാധിക്കുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ നമ്മുടെ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും പൂർത്തീകരിക്കുവാനും, നമുക്ക് പ്രത്യേകിച്ച് ഒരു താന്ത്രികമായ കർമ്മങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനം അവൻ്റെ ജപസിദ്ധിയാണ്. അനവധി കാര്യങ്ങൾ ജപസിദ്ധിയിലൂടെ നേടാൻ ആ സമയം നമുക്ക് ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പരമാവധി മന്ത്രങ്ങൾ ജപിക്കാനും ഉപവസിക്കാനും അതിൻ്റെ സംഖ്യ കൂട്ടുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ആസ്വാദനത്തോടു കൂടിയാണ് ആ ഒരു വർഷക്കാലം കഴിച്ചു കൂട്ടിയത്. 25 ദിനങ്ങളോളം നമുക്ക് ലഭിക്കും. അതെ, ആ ദിനങ്ങളിലെല്ലാം ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണം പോലും മറന്നുകൊണ്ട്, ഭക്ഷണത്തിന് നമ്മൾ ഓർമ്മിക്കാറില്ല, പൂർണ്ണ സമയവും വിശ്രമിക്കാനുള്ള സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളെല്ലാം അയ്യപ്പനിൽ മാത്രം ലയിച്ചുകൊണ്ട് ഈ ആത്മീയമായ കാര്യങ്ങളിലൊക്കെ ലഭിച്ചുകൊണ്ട് അങ്ങ് ലയിച്ച് ജീവിക്കുകയായിരുന്നു. അതോടൊപ്പം എൻ്റെ ഏറ്റവും ഒരു വലിയ സമ്പാദ്യമായ ശ്രീമദ് ഭാഗവതം വളരെ വ്യക്തമായിട്ടും ആഴത്തിലും സമാധാനമായിട്ടും ആ ഒരു വർഷക്കാലം കൊണ്ട് എനിക്ക് നട അടയ്ക്കുമ്പോൾ മാത്രമേ അത് വായിക്കാറുള്ളൂ, പൂർത്തിയായി വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വലിയൊരു അനുഭവം. പിന്നെ അതിലൂടെ മനസ്സിലാക്കിയത്, നമ്മളെല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം അപ്പുറത്താണ് ഈ ഒരു ഈശ്വരീയ ശക്തി, ഒരു ഭഗവത് സാമീപ്യമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുതന്നെയാണ് ഇന്നെൻ്റെ ജീവിത വിജയവും. എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും അതെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറിയാൽ, ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നാൽ സംശയിക്കേണ്ട, അവിടെ എല്ലാം ഭഗവാൻ തുണയായിട്ടുണ്ടാകും. സധൈര്യം അതിനെല്ലാം നമുക്ക് നേരിടുവാനും സാധിക്കും എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ വലിയൊരു അനുഭവം. ഈ സമയം ഈ നട അടച്ചിരിക്കും അല്ലേ? നട അടയ്ക്കുന്നതിന് മുമ്പ്, ഇപ്പം മണ്ഡലപൂജ കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ മകരവിളക്ക് ഉത്സവം കഴിഞ്ഞാലും ഈ നട അടയ്ക്കുമ്പോൾ എങ്ങനെയാണ് ആ ക്രിയകൾ, നട അടയ്ക്കുന്ന ക്രിയകൾ? നടയടയ്ക്കുന്നത് എപ്പോഴാണെങ്കിലും നടയടയ്ക്കുന്നത് എല്ലാം
ഒരേപോലെ തന്നെയാണ്. കാരണം അല്ല ഈ സാധാരണ ചിലർ അതെ ഹരിവരാസനം പാടി ഭഗവാൻ യോഗനിദ്രയിലാകുന്നുള്ള വിശ്വാസം. നിദ്രയിലായി കഴിഞ്ഞാൽ അകത്തുള്ള ദീപങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് അണച്ച ശേഷം എല്ലാവരും പരികർമ്മിമാരെല്ലാം ഇറങ്ങി പുറകോട്ട് മേൽശാന്തിയും ഇറങ്ങി നട അടയ്ക്കുകയാണ്. 5 ദിനങ്ങൾ കഴിഞ്ഞ് ഒരുപക്ഷെ അല്ലെങ്കിൽ പൂജയെല്ലാം കഴിഞ്ഞ് നട അടയ്ക്കുമ്പോൾ നിത്യനട അടയ്ക്കുന്നത് കൂടാതെ ഇനി ഒരു മാസത്തെ മാസപൂജയാണെങ്കിലും അല്ലെങ്കിൽ മണ്ഡല പൂജ കഴിഞ്ഞ് അടയ്ക്കുമ്പോൾ അവിടെ ഭഗവാനെ ഒരു യോഗദണ്ഡും കൊടുത്ത് രുദ്രാക്ഷമാലയും അണിഞ്ഞ് ഒരു ഭസ്മത്തിൽ, അതായത് വളരെ ശുദ്ധവും പവിത്രവുമായ നീറ്റിയെടുക്കുന്ന ഭസ്മം, ആ ഭസ്മത്തിൽ മുഴുവൻ മൂടിയിട്ടിട്ട് ആണ് നട അടയ്ക്കുന്നത്. അത് ഭസ്മത്തിൽ മുഴുവൻ മൂടിയിട്ട് ഭഗവാൻ ആ ശിരസ് മുതൽ പാദം വരെ ഭസ്മത്തിൽ മൂടിയിട്ട ശേഷം ഈ യോഗദണ്ഡും ഈ രുദ്രാക്ഷമാലയും അണിഞ്ഞാണ് നമ്മൾ യോഗനിദ്രയിലാക്കിയ ശേഷമാണ് തിരുനട അടയ്ക്കുന്നത്. പിന്നെ 25 ദിനങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നട തുറക്കുമ്പോഴാണ് നമുക്കത് മാറ്റുകയല്ല, അതൊരു വലിയ അത്ഭുതമുണ്ട്. നട തുറന്ന് അകത്തേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ 31-ാം തീയതി വൈകിട്ട് നട തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം അകത്തേക്ക് പ്രവേശിക്കുന്നത് മേൽശാന്തിയാണ്. അകത്ത് ചെന്ന് നമ്മളുടെ സാമീപ്യം അറിയിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ഈ മൂടിയിരിക്കുന്ന ഭസ്മം ഒന്നൊന്നായിട്ട് തയ്യേ താഴോട്ട് അങ്ങ് വീഴുകയാണ്. താഴോട്ട് വീണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് ആ പരമകോടിയിലിരിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം സാന്നിധ്യം അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഭസ്മത്തെയാണ് അവിടെ വളരെ പവിത്രമായിട്ട് അത് സമ്പാദിച്ചാണ് അവിടെ പലർക്കും ഒരു ഔഷധമായിട്ടും ഒക്കെ പലരും ഉപയോഗിക്കുന്ന ഭസ്മം അത് തന്നെയാണ്. അല്ല, ഇത് പലർക്കും അറിയില്ല. ഇതൊരു പുതിയ അറിവാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചെന്മുദ്രാങ്കിതമായ ആ പിന്നെ വിഗ്രഹത്തിൽ നിന്ന് തനിയെ വീഴുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു ജീവചൈതന്യം ഉണ്ട് എന്നുള്ള തെളിവാണ്. ഊർന്നിറങ്ങുക അല്ലേ? അതെ, സാധാരണ അങ്ങനെ വരുന്ന അത് ഒരു ദിവ്യ ഔഷധം മാത്രമല്ല, അത് മാത്രമല്ല പരമകോടിയിലെത്തുന്ന ഒരു ഭക്തന് ഈ ഇത്രയും ദിവസം ആ ഭഗവാന്റെ പരിപൂർണമായ ആ ഭഗവത് സ്വരൂപത്തിൽ മൂടിയിട്ടിരുന്ന ഭസ്മത്തിനുണ്ടാകുന്ന ഉദാത്തമായ ഒരു എന്താ പറയുക, ആ ഒരു സങ്കല്പം അല്ലെ, അതിന് ലഭിക്കുന്ന ഒരു പവിത്രത മറ്റെങ്ങും നമുക്ക് ലഭിക്കില്ല. തീർച്ചയായിട്ടും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് തമിഴ്നാട്ടിൽ നിന്ന് ഭക്തന്മാർക്ക് വളരെ അമൂല്യമായിട്ട് വളരെ ദിവ്യമായിട്ടാണ് അവരിൽ നിന്ന് ഒരു നുള്ള് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് അയ്യപ്പൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവിൻ്റെ ഏറ്റവും വലിയ പ്രസാദമായിട്ട് സ്വീകരിക്കേണ്ടത്. അപ്പം അങ്ങിപ്പോൾ സൂചിപ്പിച്ചത് യോഗനിദ്രയിലായി എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് കിട്ടിയ അവസരം, അതായത് ജപത്തിനും ധ്യാനത്തിനും ഒക്കെ അതുപോലെ തന്നെ പാരായണത്തിനും ഒക്കെ എവിടെ ഇരുന്ന് അദ്ദേഹം ചെയ്യും? അതാ തിരുനടയിൽ ആ ഗണപതി ഹോമ മണ്ഡപത്തിൽ സ്ഥലമുണ്ട് ധാരാളം. പിന്നെ നമുക്ക് നട അടച്ചാൽ പിന്നെ ഇവിടെ സ്ഥലം ധാരാളം. പിന്നെ പ്രദക്ഷിണം വെക്കാനാണെങ്കിൽ സൗകര്യങ്ങൾ ധാരാളം, ജപിക്കാനാണെങ്കിൽ നമസ്കരിക്കാനാണെങ്കിൽ എല്ലാ സ്ഥലം ധാരാളമുണ്ട്. അവിടെ മറ്റു യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല, യാതൊരു ഡിസ്റ്റർബൻസുമില്ല. നമുക്ക് ഭംഗിയായിട്ട് അവിടെ ജപിക്കാം, അവിടെ നമസ്കരിക്കാം, എല്ലാം നമുക്ക് ചെയ്യാം. അതിന് സ്ഥലത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ അത് പ്രത്യേകം ചോദിക്കണം എന്ന് ഉദ്ദേശിച്ച ഒരു ഇതുകൂടിയുണ്ട്. ഈ സമയത്ത് ഏതെങ്കിലും വന്യജീവികൾ രാത്രിയിലൊക്കെ 18-ാം പടിക്ക് താഴെ വന്ന് ബഹളം ഉണ്ടാക്കാറുണ്ട്. എന്ത് ജീവിയാണെന്ന് നമ്മൾ പോയി നോക്കാറില്ല, കാര്യം ഭയം കൊണ്ടാണ്. ഏതൊക്കെയോ ജീവികൾ താഴെ വന്ന് ബഹളം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ മുകളിലോട്ടൊന്നും വലിയ ശല്യമൊന്നും ഉണ്ടാവാറില്ല. ധാരാളമായിട്ട് കാട്ടുപന്നികൾ മുകളിലും ചിലപ്പോൾ കയറി വരാറുണ്ട്. മറ്റുള്ള മൃഗങ്ങളെല്ലാം താഴെ വരാറുണ്ട്. അനവധി മൃഗങ്ങളുടെ വിളിയൊക്കെ നോക്കാൻ അസമയത്ത് കേൾക്കാം. ആനയാണോ മറ്റു പുലിയാണോ കടുവയാണോ എന്താ നമുക്ക് പോയി നോക്കാനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് പറ്റത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ വിളി കേൾക്കാറുണ്ട്, ആ സമയങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോഴെല്ലാം അങ്ങേക്ക് നിയോഗിക്കപ്പെട്ട ആ മുറിയിൽ നമ്മൾ ഇരിക്കും. കാരണം നമ്മൾ സുരക്ഷിതമായി അവിടെ ഇരിക്കുക. പുറത്തിറങ്ങിപ്പോയി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് നമ്മുടെ ഒരു എന്താ പറയുക അശ്രദ്ധ ആയിട്ട് നമ്മുടെ നിഷ്ഠയ്ക്ക് വിപരീതമായി മാറും. അപ്പം നമ്മളവിടെ ഇരിക്കുക, നമ്മളൊരു ആ പറഞ്ഞിട്ടുള്ള ദിനങ്ങളിൽ പരിപൂർണ്ണ ഭജനത്തിൽ നമ്മളവിടെ ഇരിക്കുക എന്നുള്ളതാണ്. നാമമാത്രമായ ഭക്ഷണവും മറ്റെല്ലാം നമ്മൾ ആ രീതിയിൽ തന്നെ പരിപാലിച്ചുകൊണ്ട് ഒരു നിത്യഭജനമായിട്ട് അവിടെ കൂട്ടുക. അല്ലേ? ഈ സമയം ഭക്ഷണക്രമങ്ങളെല്ലാം വളരെ ലഘുവായിരിക്കും. അങ്ങേക്ക് എത്തിക്കുകയാണ് അല്ല, അവിടെ വെച്ചിട്ട് തയ്യാറാക്കുകയാണ്. അവിടെ എവിടെ നിന്ന് എത്തിക്കാനോ എങ്ങൊന്നും എത്തിക്കാൻ പറ്റില്ല. അവിടെ കിട്ടുന്ന ലഭിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അവിടെ ഒരു പാചകക്കാരനുണ്ടാവും. നമ്മൾ തന്നെ കൊണ്ടുപോകുന്ന ആരെയും പാചകക്കാരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കി
നമ്മൾ കഴിക്കും. വലിയ ഇതൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. കാര്യം അമിതമായ ഭക്ഷണം അവിടെ കഴിക്കാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്ന്, നമുക്ക് മറ്റൊരു രീതിയിലുള്ള ഒരു എന്തെങ്കിലും വയ്യാഴിക വന്നാൽ മരുന്ന് വാങ്ങാനും മറ്റുള്ളതെന്നുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണമെല്ലാം നമ്മൾ ക്രമീകരിച്ച് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ച് ബാക്കിയെല്ലാം ആ മനസ്സുകൊണ്ട് ഭഗവാൻ സമർപ്പിച്ച് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനും സാധിച്ചു. അതാണ് സത്യം. തീർച്ചയായിട്ടും അത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം തന്നെ അങ്ങക്ക് ഒരു വർഷം ലഭിക്കുന്നതിനേക്കാൾ ഉപരിയാണ് ഒരു വർഷം ഒരു തടസ്സങ്ങളില്ലാതെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇതിലിടയ്ക്ക് ഒന്നും വരാതിരിക്കുക. ഇപ്പം പലർക്കും ഈ പൊല വാലായ്മകൾ ചിലർക്ക് വന്നുകൂടാറുണ്ട്. അപ്പോൾ ശരിക്കും ഒരു തടസ്സങ്ങളും എനിക്കുണ്ടായില്ല. പക്ഷേ എനിക്ക് മനുഷ്യസഹജമായ ചെറിയ ചെറിയ അസുഖം, പക്ഷെ അതെല്ലാം തന്നെ നട അടച്ചിരിക്കുമ്പോഴായിരുന്നു. അതൊന്നും എന്നെയോ അല്ലെങ്കിൽ അവിടുത്തെ പൂജാതി കർമ്മങ്ങളെയോ ഒന്നും ബാധിച്ചിരുന്നില്ല. ഇനി ഈ പൂജാക്രമങ്ങൾ അവിടെ 5 പൂജാക്രമം? 3 പൂജയേ ഉള്ളൂ. 3 പൂജയുള്ളൂ. മഹാക്ഷേത്രമായിട്ട് അവിടെ കാണാറുണ്ടെങ്കിലും ഒരു മഹാക്ഷേത്രത്തിലെ പോലെ 5 പൂജ പതിവില്ല. 3 പൂജയാണ് പതിവ്. പിന്നെ ഉദയാസ്തമന പൂജ വിശേഷാലായിട്ടുണ്ടെങ്കിൽ മാത്രം ഉദയാസ്തമന പൂജ വരുമ്പോൾ അത് 18 പൂജകളായി മാറും. 18 പൂജകളാണ് ഇവിടെ നടത്തുന്ന ഒരു ഉദയാസ്തമന പൂജ. അല്ല, ഈ 18 പൂജ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അത് ക്രമീകരിക്കുന്നത്? കാലത്ത് ഉഷപൂജ മുതൽ തുടങ്ങി അത്താഴ പൂജയോടുകൂടി തീരും. അപ്പം 16ാമത്തെ പൂജ സന്ധ്യ ദീപാരാധന, അല്ല ഉച്ചപൂജ സന്ധ്യ ദീപാരാധന, 17ാമത്തെ പൂജ സന്ധ്യ ദീപാരാധന, 18ാമത്തെ പൂജ അത്താഴ പൂജ. ആ ക്രമത്തിൽ ക്രമീകരിക്കുക അല്ലേ? അതെ. അപ്പോഴും ഈ എതിർത്ത് പൂജയൊന്നും വരുന്നില്ല? ഒന്നും വരുന്നില്ല. എതിർത്ത പൂജ ഒന്നും ഈ 5 പൂജ ഉണ്ടെങ്കിലേ ഉള്ളൂ. എതിർത്ത പൂജ, ഉഷപൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴ പൂജ. അത് എതിർത്ത പൂജയും പന്തീരടി പൂജയും അവിടെ ഇല്ല. ഇല്ലാതെയാണ് ഈ മഹാക്ഷേത്രം. അതെ. സാധാരണ മഹാക്ഷേത്രത്തിൽ 5 പൂജയും നിത്യനവകവും ഒക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ മഹാക്ഷേത്രം നമ്മൾ പറയാറ്. ശബരിമലയെ സംബന്ധിച്ച് മഹാക്ഷേത്രമായി നമ്മൾ ആചരിക്കപ്പെടുന്നുണ്ടെങ്കിലും നിത്യപൂജകളിൽ 3 മാത്രമേ പറയുള്ളൂ. ഇനി ഉത്സവകാലത്ത് കൊടിയേറ്റ് ഉത്സവമാണ് അവിടെ ഉള്ളത്. അതെ അല്ലേ? അതെ. കൊടിയേറ്റ് ഉത്സവത്തിൽ ഈ കൊടിയേറ്റുന്നതും തന്ത്രി തന്നെയാണ്. കൊടി പൂജ, അതിന് പ്രത്യേക പൂജകൾ എന്തൊക്കെയാണ്? ഉണ്ട്. അതെല്ലാം തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ കൊടിക്കൂറ പൂജിക്കുക. അതെ, കൊടിക്കൂറ പൂജിക്കുക. അതിന് തലേദിവസങ്ങളിൽ, ഉത്സവം തുടങ്ങുന്ന തലേദിവസങ്ങളിലുള്ള പ്രാസാദ ശുദ്ധി കർമ്മങ്ങൾ എല്ലാം ഉണ്ടാവും. അതെല്ലാം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തതയൊന്നുമില്ല. അതൊക്കെ സാധാരണ. അത് ഈ മണ്ഡലം തുടങ്ങുന്നതിന് മുമ്പ് പ്രാസാദ ശുദ്ധിയില്ലേ? മകരവിളക്കിന് മുമ്പാണ്. മകരവിളക്ക് അതെ, മണ്ഡല പൂജയ്ക്കും മകരവിളക്കിന് മുമ്പായിട്ട് പ്രാസാദ ശുദ്ധിയുണ്ട്. അത് അനവധി ആത്മീയമായിട്ടും ബാഹ്യമായിട്ടും ഭൗതികമായിട്ടും സംഭവിക്കപ്പെട്ട എന്തെങ്കിലും അശുദ്ധി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയ്ക്ക് താന്ത്രിക വിധി അനുസരിച്ചിട്ടുള്ള ഇതാണ്. പ്രാസാദത്തിങ്കൽ സംഭവിക്കപ്പെട്ട അശുദ്ധികൾക്ക് ഒരു പരിഹാരമായിട്ട് പ്രാസാദ ശുദ്ധിയും, പിന്നെ എന്തെങ്കിലും കാരണം വെച്ചാൽ ബിംബത്തിൽ എന്തെങ്കിലും അശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് മന്ത്രങ്ങൾ കൊണ്ട് അശുദ്ധിയാവാം, അന്യമന്ത്രങ്ങൾ, ഏത് രീതിയിലുള്ള അശുദ്ധി ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിൽ ദ്രവ്യങ്ങൾ കൊണ്ട് ഏത് ആണെങ്കിലും ബിംബത്തിങ്കൽ സംഭവിക്കപ്പെട്ട ഏതെങ്കിലും രീതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് ബിംബശുദ്ധി നടത്തിയ ശേഷമാണ് മണ്ഡലപൂജയാണെങ്കിലും മകരവിളക്കാണെങ്കിലും അങ്ങനെ വിശേഷാൽ സംക്രമ പൂജയാണെങ്കിലും എല്ലാം നടത്തുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ശബരീശൻ അഭിഷേകപ്രിയനാണ്. അതെ. ഈ നെയ്യഭിഷേകം കൂടാതെ വിശേഷ അഭിഷേകങ്ങൾ ഉണ്ട്. അഷ്ടാഭിഷേകം 8 കൂട്ടം ദ്രവ്യങ്ങളാണ്. അത് പലരും പല രീതിയിലാണ്. അതെ. പാല്, തൈര്, നെയ്യ്, തേന്, പഞ്ചാമൃതം, പുഷ്പം, ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നാണ് അവർ പിന്നെ സുവർണ്ണ പുഷ്പം എന്ന് പറഞ്ഞ നാണയം കൊണ്ട് പല രീതിയിലുള്ള ഭസ്മം, കളഭം, ഇങ്ങനെ പല ദ്രവ്യങ്ങളിൽ നിന്ന് 8 ദ്രവ്യങ്ങൾ കൊണ്ട് അതാണ് അഷ്ടാഭിഷേകം. അതവിടുത്തെ ഒരു വിശേഷ വഴിപാടായിട്ട് ഇപ്പോഴും നടത്തി വരാറുണ്ട്. ഇനി കലശങ്ങൾ സാധാരണ നിത്യവും ഉച്ചപൂജയ്ക്ക് 25 കലശം പതിവുണ്ട്. അത് തന്ത്രിയാണ് നടത്തുന്നത്. പിന്നെ വിശേഷാലായിട്ട് സഹസ്രകലശം, അത് മിക്കവാറും ഏതെങ്കിലും ഭക്തന്മാരുടെ വഴിപാടായിരിക്കും. ഈ സഹസ്രകലശം, ഉദയാസ്തമന പൂജ, പടിപൂജ, ഇതെല്ലാം സാമ്പത്തികമായി വളരെയധികം തുക കൂടുതലായതുകൊണ്ട് വളരെ അത്രത്തോളം താല്പര്യവും അത്രത്തോളം സാഹചര്യമുള്ളവർ മാത്രമാണ് നടത്തുന്നത്. എന്നിട്ടും ഏകദേശം 10-15 വർഷം കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ ലഭിക്കുകയും. അതെ. ഇപ്പം അങ്ങയുടെ കാലഘട്ടത്തിൽ സഹസ്രകലശം നടന്നിരുന്നു? ധാരാളം. സഹസ്രകലശം നടക്കാറുണ്ട്. എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. നടന്നിരുന്നു. ധാരാളം നടന്നിരുന്നു. ഇപ്പം ഈ സഹസ്രകലശത്തിന് ശരിക്കും പറയണമെങ്കിൽ 6 ദിവസത്തെ ചടങ്ങില്ലേ? ഇല്ല. സഹസ്ര കലശത്തിന് 6 ദിവസത്തെ സർവ്വപ്രായച്ചിത്തങ്ങളോടുകൂടിയാണെങ്കിൽ മാത്രമേ 6 ദിവസത്തെ ചടങ്ങ്. ഇത് അതില്ലല്ലോ. സഹസ്ര കലശാഭിഷേകമാണ്. പ്രാസാദ ശുദ്ധി, ബിംബശുദ്ധി, അങ്ങനെ കലശം നടത്തുക അത്രേ ഉള്ളൂ. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിട്ട് അവിടുത്തെ സഹസ്ര കലശത്തിന് പ്രാധാന്യം 1001 കലശങ്ങൾ വിശേഷ ദ്രവ്യങ്ങൾ നിറച്ച് അഭിഷേകം കഴിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു
കീഴ്വഴക്കം. മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സാധാരണ സഹസ്രകലശത്തിന് മുമ്പായിട്ട് അത് വർഷത്തിൽ ഒന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നടക്കുക. തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ സർവ്വ പ്രായശ്ചിത്തങ്ങളോടുകൂടി, അതായത് ഏതാണ് ദേവനനുസൃതമായ പ്രായശ്ചിത്തങ്ങളുണ്ട്, പ്രായശ്ചിത്തം ഹോമങ്ങൾ, ശാന്തി ഹോമങ്ങൾ, തത്വഹോമങ്ങൾ, ഇതെല്ലാം നടത്തിയിട്ടാണ് രക്ഷോക്കണം അതെല്ലാം നടത്തിയാണ്. പക്ഷേ ഈ ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ ഒരു വഴിപാടാണ്. അപ്പം അവിടെ 1000 കലശങ്ങൾ കൊണ്ട് അനവധി ദ്രവ്യങ്ങൾ നിറച്ച 1000 കലശം ഭഗവാൻ അഭിഷേകം കഴിക്കുന്നതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അല്ല, ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ബാഹുല്യമുള്ള സമയത്തായിരിക്കും സഹസ്രകലശം നടക്കുക. അപ്പോൾ എങ്ങനെയത്? സ്വാഭാവികമായിട്ടും നമുക്ക് ആ സമയത്ത് നെയ്യഭിഷേകത്തിന് സമയം വ്യത്യാസപ്പെടുത്തും. ഈ കലശാഭിഷേകം തുടങ്ങുന്നതിൻ്റെ നെയ്യഭിഷേകം വളരെ നേരത്തെ നിർത്തിവെച്ചിട്ട് കലശാഭിഷേകം തുടങ്ങും. ഉച്ചപൂജയോടുകൂടി കലശാഭിഷേകം പൂർത്തീകരിക്കും. അത് ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും, ഏകദേശം എടുക്കും. കാര്യം ഉച്ചപൂജയുടെ സ്നാനകാലത്താണ് കലശാഭിഷേകം. അത് 1000 കലശമായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയും കലശാഭിഷേകം കഴിച്ചതിന് ശേഷം മാത്രമേ ഉച്ചപൂജ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഈ പരികലശങ്ങൾ പൂജിക്കണം. അതുമാത്രം ശാസ്താവിനെ പൂജിക്കുന്നത് ആ തലേദിവസം പൂജിച്ച് അധിവസിക്കും. അധിവാസത്തിൽ പൂജ കഴിച്ച ശേഷം മാത്രമേ കലശം എഴുന്നള്ളിക്കുള്ളൂ. പിന്നെ മറ്റുള്ളതിൽ നിന്ന് സാധാരണ താന്ത്രികവിധി അനുസരിച്ചിട്ട് എല്ലാ ദേവന്മാർക്കും ഓരോ പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുമ്പോൾ ശാസ്താവിന് ആദ്യം ബ്രഹ്മകലശമാണ് അഭിഷേകം കഴിയുന്നത്. ഇപ്പം ശ്രീ മഹാദേവനോ മഹാവിഷ്ണുവിനോ ഒക്കെ ആണെങ്കിൽ ആദ്യം പരികലശങ്ങൾ കഴിഞ്ഞിട്ട് ശേഷമാണ്. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് ശാസ്താവിൻ്റെ ആചരണമായതുകൊണ്ട് അവിടെ താന്ത്രികവിധി അനുസരിച്ച് ആദ്യം ബ്രഹ്മകലശമാണ് അഭിഷേകം ചെയ്യുക. ഇപ്പോൾ കൊടിമരത്തിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ പലയിടത്തും നമ്മുടെ ഈ കൊടിമരത്തിൻ്റെ മുകളിൽ ശരിക്കും വാഹനമാണ് അല്ലേ? ഇവിടെ വാജിവാഹനം, അതായത് കുതിരയാണ് വാഹനം. ശരിക്കും അയ്യപ്പൻ്റെ വാഹനം അതാണ്. അയ്യപ്പൻ്റെ വാഹനം വാജിവാഹനം തന്നെയാണ്, കുതിരയാണ്. അല്ല, പലയിടത്തും പല സംശയങ്ങളും. അത് സ്വാഭാവികം. അയ്യപ്പന് ധാരാളം വാഹനങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ആനയായിട്ടുണ്ട്, പുലിവാഹനം എന്ന് സങ്കല്പിച്ചിട്ടുണ്ട്. അതൊക്കെ അയ്യപ്പൻ്റെ ഓരോ അവതാരങ്ങളിലും ഓരോ സങ്കല്പങ്ങളിലും ഓരോ വാഹനങ്ങൾ കൽപ്പിക്കപ്പെട്ടതാണ്. അതെ. പക്ഷേ ധർമ്മശാസ്താവ് അല്ലെ അയ്യപ്പൻ എന്ന് പറയുന്നതായ ആ താന്ത്രവിധി അനുസരിച്ചുള്ള കൽപ്പിതമായിട്ടുള്ള വാഹനം വാജിവാഹനമാണ്. അത് കുതിര തന്നെയാണ്. ഈ രാജബന്ധം അങ്ങ് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മകരവിളക്ക് കാലത്ത് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് തിരുവാഭരണ ഘോഷയാത്രയും ആ തിരുവാഭരണം തിരിച്ചെത്തി ആ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്കുമാണ് ഏറ്റവും പ്രാധാന്യം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്നത് മണ്ഡലത്തിനേക്കാൾ കൂടുതൽ മകരവിളക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. മകരവിളക്ക് ദിവസം ശരിക്കും എങ്ങനെയാണ് അങ്ങക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങിരുന്നപ്പോൾ? മകരവിളക്ക് നമുക്കറിയാമല്ലോ, ഈ ശബരിമലയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉത്സവമാണ് മകരവിളക്ക്. മകരസംക്രമ സന്ധ്യയിൽ ആ ഭഗവാന് പന്തളത്ത് നിന്നും കൊണ്ടുവരുന്ന ആ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ആ തിരുവാഭരണം ത്രിസന്ധ്യയിൽ വന്നെത്തിക്കഴിഞ്ഞാൽ അത് വാങ്ങി മേൽശാന്തി നടയടയ്ക്കുന്നു. മേൽശാന്തി തന്ത്രിയും കൂടി ചേർന്ന് ആ തിരുവാഭരണം ഭഗവാന് ചാർത്തി ആ സന്ധ്യദീപാരാധന തിരുനട തുറക്കുകയാണ്. ആ സമയത്തുള്ള ദർശനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ ഭക്തന്മാർ എത്രയോ ദിവസങ്ങളിൽ അവിടെ വന്ന് തമ്പടിച്ച് ആ ദീപാരാധന കണ്ട് ദർശിക്കാനായിട്ട് ഇപ്പോഴും അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ഇത്രത്തോളം അവിടെ തിരക്ക് വരാൻ കാരണം. അന്നത്തെ ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമുള്ള സംക്രമ പൂജ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ സംക്രമ പൂജയാണ് അടുത്ത പ്രാധാന്യമുള്ളത്. അത് കഴിഞ്ഞാൽ മകരസംക്രമത്തിൻ്റെ പ്രാധാന്യമായ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പിന്നെ ഈ 5 ദിനങ്ങളിൽ തിരുവാഭരണം ചാർത്തിയാണ് എന്നും ഉച്ചപൂജയുടെയും സദ്യദീപാരാധനയും നടക്കും. അത് ജനങ്ങൾക്ക് ദർശിക്കാൻ. അതെ. പന്തളത്ത് നിന്നും പിതാവ് തയ്യാറാക്കി തന്നിരുന്ന ആ തിരുവാഭരണത്തെ കൊടുത്തുവിട്ട് പിതൃതുല്യനായ ആ പന്തളം രാജാവിനോടൊപ്പം കൊണ്ടുവരുന്ന ആ തിരുവാഭരണം 5 ദിവസം മേശാന്തിയുടെ കസ്റ്റഡിയിലാണ്. അത് ആ സമയത്ത് ചാർത്തി ദീപാരാധന നടത്തുക എന്നുള്ളതാണ് ഈ 5 ദിവസത്തെ പ്രത്യേകത. ആ ചാർത്തിയ തിരുകയിൽ നമസ്കരിച്ചുകൊണ്ട് തന്നെ ഒരു ചോദ്യം. അതെ, ഒരു പക്ഷേ ആ തിരുവാഭരണം കയ്യിലെടുക്കുവാൻ 5 ദിവസം നമുക്കെടുത്ത് ചാർത്ത് അതൊക്കെ ജീവിതത്തിൽ കിട്ടിയ ഒരു ധന്യമായ നിമിഷങ്ങളായിരുന്നു എന്ന് ഓർമ്മിക്കും. തീർച്ചയായിട്ടും. അവിടെ ഇത് 3 പേടകത്തിലാണ് പന്തളത്ത് നിന്ന് ഇത് എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാന പേടകമാണ് സന്നിധാനത്തേക്ക് കയറ്റുക, അല്ലേ? മറ്റ് 2 പേടകങ്ങൾ മണിമണ്ഡപത്തിലേക്ക് പോകും. അതിനുശേഷം മാളികപ്പുറത്തേക്കുള്ളത് മാളികപ്പുറത്തും ഒക്കെ കൊണ്ടുപോകാം. ഈ പ്രധാനപ്പെട്ട പേടകത്തിനകത്ത് മുഴുവൻ ആഭരണങ്ങളാണോ? അല്ല, ആഭരണങ്ങൾ മാത്രമല്ല, ഭഗവാന്റെ കിരീടത്തോടു കൂടിയ
ഒരു തിരുവങ്കി തിരുവാഭരണം, അതോടൊപ്പം നവരത്നമോതിരം, സ്വർണത്തിലുള്ള ഭഗവാന്റെ ഉടവാള്, പിന്നെ കളഭത്തിനുള്ള സ്വർണ്ണക്കുടം, പിന്നെ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കാനുള്ള മറ്റൊന്ന് രണ്ട് രൂപങ്ങൾ, ഇത് മാത്രമാണ് അതിലുള്ളത്. അതിൽ ബാക്കിയെല്ലാം പ്രധാന പേടകം. അതെ, ഈ പ്രധാന പേടകം തന്നെയാണ് പ്രധാന പേടകമാണ് അകത്തേക്ക്. അത് തുറക്കുന്ന അകത്ത് വെച്ചാണ്, അകത്ത് വെച്ചിട്ടാണ് തുറക്കുക. ആ പ്രധാന പേടകവും താക്കോലും കൂടാണ് മേശാന്തി ഏൽപ്പിക്കുക. അകത്ത് വെച്ച് തുറന്ന് പരിമിതമായ സമയത്തിനുള്ളിൽ തുറന്ന് ചാർത്തി കഴിയണം. വളരെയധികം തിരുമേനി, ഈ ഇതിനെക്കുറിച്ച് ഒരു സംക്ഷിപ്തമായ വിവരം നമുക്കറിയാം. ഇനിയും ഒരുപാട് ധാരാളമുണ്ട്. അയ്യപ്പനെ കുറിച്ചും ശബരിമലയെ കുറിച്ചും പറഞ്ഞു അതിനെ ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ സ്വാമി, നമ്മളെല്ലാം സ്വാമിമാർ മാത്രമല്ല അങ്ങ് വാചാലനാകുന്നതും തീർച്ചയായിട്ടും നമ്മൾ അനുഭവത്തിൽ കാണുന്നു. എന്തായാലും വളരെ ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ സ്വാമി ശരണം. സ്വാമി ശരണം.